Good morning, all. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് സ്പീച്ച് ഇമ്പയർമെന്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ സ്പീച്ച് ഇമ്പയർമെന്റ് ആണ്. നമുക്കറിയാം, സംസാരിക്കുന്നതിനുള്ളൊരു ഡിഫിക്കൽട്ടിനെയാണ് സ്പീച്ച് ഇമ്പയർമെന്റ് നമ്മൾ പറയുന്നത്. ആർട്ടിക്കുലേഷൻ, ഫ്ലുവൻസി, വോയിസ് ക്വാളിറ്റി, ഇതൊക്കെ എന്തായിരിക്കും ഇഫക്റ്റീവ് ആയിട്ട്, ഇതിലൊക്കെ ഡിലേ വന്നിട്ട് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുട്ടികൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ രീതി അങ്ങനെ നമുക്ക് സംസാരിക്കുന്നതിൽ വരുന്ന ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ സ്പീച്ച് ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ടൈപ്സ് ആണ് പറയുന്നത്: ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ്, ഫ്ലുവൻസി ഡിസോർഡേഴ്സ്, വോയിസ് ഡിസോർഡേഴ്സ്, ചൈൽഡ്ഹുഡ് അപ്രാക്സിയ ഓഫ് സ്പീച്ച്. ഫസ്റ്റ് വൺ, ആർട്ടിക്കുലേഷൻ ഡിസോർഡർ. ഡിഫിക്കൽട്ടി പ്രൊനൗൺസിങ് സൗണ്ട്സ് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ വരുന്ന ഡിഫിക്കൽട്ടിയാണ് നമ്മൾ വാബിറ്റ് എന്ന്, റാബിറ്റിന് പകരം വാബിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ അത് റാബിറ്റ് എന്നുള്ളത് മാത്രം ഇതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ ചില കുട്ടികൾക്ക് റാ, രാ, ലാ, ള ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഓക്കെ, ചിലര് കാക്ക് പകരം താ പറയും. നമുക്ക് കേട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. പക്ഷെ പോകെ പോകെ ചില കുട്ടികൾ ഓക്കെ ആയിട്ട് വരും. പക്ഷെ മിക്ക കുട്ടികൾക്കും ഈ ഒരു സ്പീച്ച് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചും അതില് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഫ്ലുവൻസി ഡിസോർഡേഴ്സ്, പ്രോബ്ലംസ് വിത്ത് ദ ഫ്ലോ ഓഫ് സ്പീച്ച്. സ്പീച്ചിൽ വരുന്ന ഒരു ഫ്ലോ ഇല്ലായ്മ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിർത്തി പോവുക, വിക്ക് വരിക, അതാണ് സ്റ്റാമറിംഗ് ഓർ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. വോയിസ് ഡിസോർഡേഴ്സ്, പ്രോബ്ലംസ് വിത്ത് പിച്ച്, വോളിയം ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ സംസാരം പറയുന്നതിലൂടെ ആ പിച്ചിൽ ഉണ്ടാകുന്നതോ അത് വോള്യത്തില് അതല്ലെങ്കിൽ അതിലെ ക്വാളിറ്റിയിലൊക്കെ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ വോയിസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത് ആ രീതിക്കായിരിക്കും നമ്മൾ കേൾക്കുന്ന ആൾക്ക് തോന്നുക. അത് നമുക്ക് ഈ സംസാരിക്കുന്ന ആ ഒരു ഫ്ലോയിലായിരിക്കില്ല. എക്സാമ്പിൾ, വോയിസ് ഓർ നേസൽ വോയിസ്, നമ്മൾ അടഞ്ഞ പോലത്തെ സൗണ്ട് എന്നൊക്കെ പറയുന്നത്, മൂക്കിൽ നിന്ന് സംസാരം വരിക എന്ന് പറയുന്നത് ആ രീതിക്കുള്ളത് ഒരു അടഞ്ഞ സംസാരം. സിംറ്റംസ് ഓഫ് സ്പീച്ച് ഇമ്പയർമെന്റ് എന്തായിരിക്കും? സിംറ്റംസ് ഇതിന്റെ അൺക്ലിയർ സ്പീച്ച്. നമുക്ക് ഒരു സംസാരം തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുട്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാലേ ഉള്ളൂ. പക്ഷെ അത് മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുന്നവർക്കാണ് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസും പേരൻസും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവികമാണ്, കുറെ കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്ന്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനൊരു ഡിലേ വരുത്തരുത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ആരെ കാണിക്കുക? നിങ്ങളുടെ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുക, കുട്ടിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ പറയും ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുന്നതാണോ എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊരു കാര്യം കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് തോന്നുവാണെങ്കിൽ, ഒരു ഡിഫിക്കൽട്ടി അനുഭവപ്പെടുക, നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു പീഡിയാട്രീഷ്യനെ കാണുക. അൺക്ലിയർ സ്പീച്ച്, ഒമിറ്റിംഗ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് സൗണ്ട്സ്. ചില വാക്കുകൾ നമ്മൾ വിഴുങ്ങും അല്ലെങ്കിൽ വിട്ടുകളയും. അതുപോലെ അതിന് പകരം വേറെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ സൗണ്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി ഫോമിങ് സെന്റൻസ് ഫോർമേഷന് ബുദ്ധിമുട്ട് വരുന്നത്. ഫ്രസ്ട്രേഷൻ വൈൽ സ്പീക്കിംഗ്, ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അതിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിയറിംഗ് ലോസ്, ക്ലെഫ്റ്റ് ലിപ്പ് ഓർ പലേറ്റ്, ഓറൽ മസിൽ വീക്ക്നെസ്. ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റിൽ വരുന്ന എന്തൊക്കെയാണ് ഇതിന്റെ കോസസ് എന്ന് പറയാം. ബ്രെയിൻ ഇഞ്ചുറി കൊണ്ടിട്ട് വരാം, ഓട്ടിസ്റ്റിക് ആയതുകൊണ്ടിട്ട് വരാം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലും വരാം, ഡെവലപ്മെന്റൽ ഡിലേ ഉള്ളത് കൊണ്ടിട്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കോസസ് എന്തൊക്കെയാന്ന് നോക്കാം. ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻ, ലിമിറ്റഡ് ഇന്ററാക്ഷൻ, ഇമോഷണൽ ഫാക്ടേഴ്സ്. Problems faced by children, difficulty expressing needs, poor academic performance, social withdrawal. ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തെന്ന് വെച്ചാൽ അവരെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാവുന്നതിലുള്ള ഡിഫിക്കൽട്ടി, പുവർ അക്കാഡമിക് പെർഫോമൻസ്, സോഷ്യൽ വിഡ്രോവൽ. അതായത് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും നമ്മൾ സോഷ്യൽ വിഡ്രോവൽസ് ഒക്കെ നടത്തും. ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഐഡന്റിഫിക്കേഷൻ, നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഏർലി ഐഡന്റിഫിക്കേഷൻ ആണ് ഏതൊരു ഡിഫിക്കൽട്ടിക്കും നമ്മൾ ആദ്യം നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് സ്പീച്ച് ഔട്ട്കംസ്, പ്രിവെന്റ് ഇമോഷണൽ ഇഷ്യൂസ്, സപ്പോർട്ട് സ്കൂൾ റെഡിനെസ്. റോൾ ഓഫ് മോണ്ടിസോറി ടീച്ചർ, ഒബ്സർവ് സ്പീച്ച് പാറ്റേൺസ്, പ്രൊവൈഡ് ലാംഗ്വേജ് റിച്ച് എൻവയോൺമെന്റ്, എൻകറേജ് കമ്മ്യൂണിക്കേഷൻ.
ഇനി ഇവർക്ക് കൊടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയാം, ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നത് സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി. ഇവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പതുക്കെ സംസാരിക്കുക, ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ഗീവ് ടൈം ടു റെസ്പോണ്ട്. അവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ അവർക്ക് കൊടുക്കുക. അവോയ്ഡ് കറക്റ്റിംഗ് ഹാർഷ്യലി. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്നതിലും ഹാർഷ്യായിട്ട് ചെയ്യാതിരിക്കുക. ലാംഗ്വേജിന്റെ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പിക്ചർ കാർഡ്സ്, റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ്, നെയിമിംഗ് ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമുക്ക് ഇവരിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. പിന്നെ ക്ലാസ് റൂമിൽ നമുക്ക് കൊടുക്കാവുന്നത് എന്തൊക്കെയാണ്? സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാം, സ്റ്റോറി ടെല്ലിംഗ്, റൈംസ് കൊടുക്കാം, സോങ്സ് ആൻഡ് റോൾ പ്ലേ. മോണ്ടിസോറി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് പിക്ചർ മാച്ചിങ് കൊടുക്കാം, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊടുക്കാം, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിയെ കാണിക്കുന്ന ഡോക്ടേഴ്സും സ്പീച്ച് തെറാപ്പിസ്റ്റും ഒക്കെ ആയിട്ട് നമ്മളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പേരന്റ് ടീച്ചർ കോർഡിനേഷൻ ഉറപ്പുവരുത്തുക. ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട്. നമ്മളൊരു ഗ്രൂപ്പിൽ നിന്നിട്ടല്ലാണ്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കുട്ടിക്കും അവരുടെ പേരൻസിനും കൊടുക്കുക എന്നുള്ളതാണ്. സ്പീച്ച് ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ചിൽഡ്രൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി. ഒരു പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. That's all for today. Thank you. Have a nice day.